നമസ്കാരം. കുറെ മുൻപ് OLX-ൽ നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരള രാഷ്ട്രീയത്തിലെ ചോരത്തിളപ്പുള്ള യുവ നേതാവ് ഒരു പോസ്റ്റ് ഇട്ടു. സത്യം പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായക വേഷങ്ങളിൽ തിളങ്ങേണ്ട യുവ നേതാവ് തന്നെയായിരുന്നു രാഹുൽ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും പറയാനുണ്ടാവില്ല. ചെറിയ പ്രായത്തിൽ തന്നെ സ്വപ്നം കാണാൻ കഴിയാത്ത ഉയരത്തിൽ അണിയിൽ നിന്ന് നേതാവിലേക്കുള്ള വളർച്ച അതൊരു മാജിക് തന്നെയായിരുന്നു. പക്ഷേ ഈ ചോരത്തിളപ്പ് തന്നെയാണ് രാഹുലിന്റെ അടവ് പിഴപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ അതിശക്തമായ തെളിവുകൾ പുറത്തു വരുമ്പോൾ എത്രയൊക്കെ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വാദിച്ചാലും രാഹുലിനെ ഈ നിമിഷം വരെയും തന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന തെറ്റുകളിൽ ഒരെണ്ണം പോലും നിഷേധിക്കാൻ പോലും കഴിയാത്തിടത്തോളം രാഹുൽ തെറ്റുകാരനാണ് എന്ന് തന്നെയാണ് ജനങ്ങളുടെ കോടതി വിധിക്കുന്നത്. മനസാക്ഷിയുള്ള ഒരാൾക്കും കേട്ടിരിക്കാൻ കഴിയുന്നതല്ല പുറത്തു വന്ന ശബ്ദരേഖകളിലെ സ്ത്രീയുടെ ധൈര്യത. രാഹുൽ ഈശ്വർ ഉൾപ്പെടെ സമൂഹത്തിന്റെ ഉന്നത നിലയിലുള്ള പലരും രാഹുലിന് അനുകൂലമായ രീതിയിൽ വായ്ത്താരി പാടുമ്പോൾ ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം രാഹുൽ അല്ല ഗർഭം ധരിച്ചതെന്നും രാഹുൽ അല്ല ഗർഭചിത്രത്തിന് വിധേയനായതും ഇത്തരം മാനസിക പീഡനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയും എന്നുള്ളതാണ്. ആണുങ്ങളാകുമ്പോൾ ചെളി കണ്ടാൽ ചവിട്ടും, വെള്ളം കണ്ടാൽ കഴുകുമെന്നുള്ള പതിവ് പഴമൊഴി ആറ്റിക്കുറുക്കി ന്യൂജൻ സ്റ്റൈലിൽ എടുത്ത് വിളമ്പുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. ആരോപണ വിധേയയായ സ്ത്രീ നേരത്തെ വിവാഹിതയായിരുന്നു എന്ന കാരണമാണ് പലരും ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ രാഹുലും ഒരു സ്ത്രീയും പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതല്ല കുറ്റമെന്ന് ഈ വായ്ത്താരി കമ്മിറ്റിക്കാരെങ്കിലും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കി വെക്കണം. എന്നാൽ തുല്യ സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും പരസ്പരം കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. അത് പാലിക്കേണ്ടത് നട്ടലുള്ള ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. താൽക്കാലിക സുഖത്തിന് വേണ്ടി സ്ഥാപിക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ അതും രണ്ടുപേർ പരസ്പരം പറഞ്ഞ് ബോധ്യപ്പെടേണ്ടതാണ്. അത് വാക്കാലോ രേഖയാലോ ഉറപ്പിക്കാവുന്നതുമാണ്. എന്നാൽ ഇവിടെ ഒരു കുട്ടിയെ വേണമെന്ന് രാഹുൽ തന്നെ ആവശ്യപ്പെടുകയും അതിനുശേഷം ഗർഭിണിയായ സ്ത്രീയോട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ അതിനുശേഷം കടുത്ത ശാരീരിക മാനസിക വിഷമതകളിലൂടെ ആ സ്ത്രീ കടന്നു പോകുമ്പോൾ പിന്നീട് നടത്തിക്കൂട്ടുന്ന ഭീഷണിയും സ്ത്രീയെ കൈയൊഴിയാനുള്ള ബോധപൂർവമായ ശ്രമവുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ ചെയ്ത മുഴുവൻ കള്ളത്തരങ്ങൾക്കും രാഹുൽ ഉത്തരം പറയേണ്ടി വരുന്നത്. ഒരു ഗർഭപാത്രം ഉള്ളത് കൊണ്ടും ഗർഭം ധരിക്കുമെന്നുള്ളത് കൊണ്ടും വൈകാരികത സ്ത്രീക്ക് കൂടുതലാണ് എന്നതും കൊണ്ടും മാത്രമാണ് ഇര എന്ന പേരിൽ അവൾ മാത്രം വേട്ടയാടപ്പെടുന്നതും അറിയപ്പെടുന്നതും. ഒടുവിൽ അതേ സ്ത്രീ എന്തിന് ചൂഷണത്തിന് നിന്നുകൊടുത്തു എന്നും എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല എന്നുമുള്ള പല ചോദ്യങ്ങളും കൊണ്ട് മുറിവേൽക്കപ്പെടുന്നത്. പുരുഷൻ ഗർഭം ധരിക്കുമായിരുന്നെങ്കിൽ ഈ പറയുന്നതിൽ എത്ര പുരുഷന്മാർ താങ്കൾക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായാൽ മിണ്ടാതിരിക്കുമായിരുന്നു? അല്ലെങ്കിൽ എത്ര പേർ ഇത്രയും ധൈര്യമായി ആവശ്യം കഴിഞ്ഞ് കൈ കഴുകാമെന്നുള്ള ധാരണയിൽ സ്ത്രീയെ തേടി പോകുമായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ FIR-ലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 3 സ്ഥലത്ത് വെച്ചാണ് യുവതിയെ രാഹുൽ പീഡിപ്പിച്ചതെന്നും യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് FIR-ൽ പറയുന്നു. പാലക്കാട് എത്തിച്ചും പീഡിപ്പിച്ചുവെന്നും ഫോണിലൂടെ തന്നെ പറഞ്ഞുവെന്നും യുവതി മൊഴി നൽകുന്നു. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഗർഭചിത്രം നടത്തിച്ചതെന്നും രാഹുലിന്റെ സുഹൃത്ത് ജോബിയാണ് ഗർഭചിത്രത്തിനുള്ള ഗുളിക എത്തിച്ചതെന്നും നേരത്തെ യുവതി വെളിപ്പെടുത്തിയിരുന്നു. കുട്ടി ഉണ്ടാകുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷമാണെന്നും ഗുളിക കഴിച്ചില്ലെങ്കിൽ താൻ ജീവൻ ഒടുക്കുമെന്നും രാഹുൽ ഭീഷണി മുഴക്കിയെന്നും വിവരമുണ്ട്. അതിനിടെ രാഹുലിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. വിദേശത്തേക്ക് ഉൾപ്പെടെ രക്ഷപ്പെടാനുള്ള സാധ്യതകളുടെ ഒക്കെ പഴുതടയ്ക്കുന്നതിന് വേണ്ടിയാണ് തിരക്കുപിടിച്ചുള്ള ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. കേസിൽ പോലീസിന് വ്യക്തതയില്ല എന്നും FIR താൻ പഠിച്ചുവെന്നും രാഹുലിന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം പ്രതികരിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായിട്ടില്ല എന്നും എവിടെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടൂരിലെ വീട്ടിൽ രാഹുൽ ഇല്ല എന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പരാതിക്കാരിയുടെ രഹസ്യമൊഴി വൈകാതെ രേഖപ്പെടുത്തിയേക്കും. ഇതിനായി നെയ്യാറ്റിൻകര കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിക്കും. രഹസ്യമൊഴി ലഭിച്ചാലുടൻ അറസ്റ്റിലേക്ക് കടക്കാനാണ് നീക്കം. ജാമ്യമില്ലാ കുറ്റമാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗം, അശാസ്ത്രീയ നിർബന്ധിത ഗർഭചിത്രം, IT വകുപ്പ് എന്നിവയാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തം രാഹുലിന് ശിക്ഷ ലഭിച്ചേക്കാമെന്നാണ് നിയമോപദേശം. രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാൻ പോസ്റ്റർ ഒട്ടിച്ച ചുമരുകളിൽ രാഹുലിന്റെ നേതൃയോഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ പോസ്റ്ററും ഫ്ലക്സുകളുമായി നിറഞ്ഞു നിന്ന വഴികളിൽ ഇനി രാഹുലിന്റെ ലുക്കൌട്ട് നോട്ടീസ് പതിക്കപ്പെടും. രാഹുലിന്റെ പേരിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമ്പോൾ 2-4 ദിനം കൊണ്ടൊരുത്തനെ
തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്ന വരികൾ അക്ഷരാർത്ഥത്തിൽ അർത്ഥവത്താവുകയാണ്.